ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും മീരയും ഇന്ന് പോകുന്നത് സുഭാഷ് പാർക്കിലേക്കാണ് കേട്ടോ. അവിടെ മനോരമയുടെ ഹോർത്തോസിൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. കുറേ ലൈറ്റ് സെറ്റപ്പൊക്കെ അങ്ങ് അകലേത് നമുക്ക് കുറേ ലൈറ്റ് സെറ്റപ്പ് കാണാനും സാധിക്കും. അപ്പം ഇതിൻ്റെ ഒരു സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞങ്ങളും ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും പോയി. ഇതാ ഫ്രണ്ടിലെ കവാടത്തിലെ സ്വാനായിരുന്നു, പേപ്പറും തെർമോക്കോളൊക്കെ കൊണ്ട് നിർമ്മിച്ച സ്വാനുണ്ടായിരുന്നു. അങ്ങനെ അതിലൂടെ ഇങ്ങനെ കിടന്ന് മുന്നോട്ട് വരുമ്പോഴത്തേനും കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇതും എന്തോ പേപ്പർ കൊണ്ടൊക്കെ നിർമ്മിച്ചതാണ് കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ കുറേ ലൈറ്റും സെറ്റപ്പും അതിനേക്കാൾ കൂടുതൽ ആൾക്കാരും തിക്കും തിരക്കും ബഹളവുമായിരുന്നു. കാരണം 2-3 ബസ് കയറിയിട്ടൊക്കെയാണ് ഞാനിവിടെ ചെന്നത്. പാവം മീര എന്നെ നോക്കി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് കാണണമെന്നുള്ളൊരു അതിയായ ആഗ്രഹം മൂത്ത് ഞങ്ങളും പോയതാണ്. അപ്പം ഇതാ ഞങ്ങൾ നോക്കിയപ്പോഴത്തേനും ഭയങ്കര തിക്കും തിരക്കും ഈ ഒരു സെക്ഷനിൽ, നെയ്തൽ എന്നൊരു സെക്ഷനിൽ നോക്കിയപ്പോൾ നമുക്ക് അറിയാവുന്നൊരു ആക്ടറിൻ്റെ നല്ല കേട്ടുപരിചയമുള്ളൊരു സൗണ്ട് നോക്കിയപ്പോൾ ആരായിരിക്കുന്നത്, പ്രകാശ് രാജ് എന്ന് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹത്തെ എത്തി വലിഞ്ഞെങ്ങനെയൊക്കെയോ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു. അങ്ങനെ നമ്മളിതാ തിരിച്ചിറങ്ങി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ പോകണമല്ലോ. കുറേ സ്റ്റാളുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിക്കിങ്ങിൻ്റെ സ്റ്റാള്, അതുപോലെ തന്നെ കുറേ ഡ്രസ്സിൻ്റെ സ്റ്റാളുകൾ, അങ്ങനെ ഒരുപാട് സ്റ്റാളുകൾ. പിന്നെ വരുന്ന വഴിക്ക് ഐസ്ക്രീം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാത്തിനും നല്ല വിലയായതുകൊണ്ട് നമ്മളൊന്നും എടുത്തില്ല. പിന്നെ ഇത് ഫ്രീ എടുത്തോളൂ എന്നുള്ളൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോഴത്തേനും പല വെറൈറ്റീസ് ഓഫ് പഴങ്ങളായിരുന്നു. പിന്നെ മലയാളികളല്ലേ അതെടുത്തില്ല. അപ്പോൾ ചീഞ്ഞ കുറേ പഴങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊന്നും എടുത്തില്ല. നമ്മൾ അഭിമാനികളുണ്ടല്ലോ, അങ്ങനെ നമ്മൾ എടുത്തില്ല. പിന്നെ ഇതാ കമ്പനി എന്നൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ കുറേ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസൊക്കെ ആയിരുന്നു കേട്ടോ. അതായത് മൈൻഡ് ഗെയിം, അങ്ങനത്തെ എന്താണ്ട് കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേനും ഇതാ EVTയുടെ ഒരു സ്റ്റാളുണ്ടായിരുന്നു. അവിടെ നമുക്ക് ചായയൊക്കെ വാങ്ങിച്ച് വേണമെങ്കിൽ കുടിക്കാം. ഞങ്ങളൊന്നും കുടിച്ചില്ല. പിന്നെ ഇതാ ഇറങ്ങി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ സാന്റാ മോണിക്കാൻ്റെ ഒരു ചെറിയൊരു കിയോസ്കി പോലെ എന്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴത്തേനും അത്യാവശ്യം നല്ല ലൈറ്റ് സെറ്റപ്പൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതാ മുന്നോട്ട് പോകുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. നമ്മളെങ്ങനെയൊക്കെയോ അവിടെ ചെന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇങ്ങനെ നടന്നു. അപ്പം നമ്മൾ ഇത്രയും നടക്കുമ്പോൾ നമ്മൾ ഇത്രയും നടന്ന് ക്ഷീണിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. കാരണം ആ ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ആ ഒരു ഇതിലൊക്കെ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കും ദൂരം തോന്നത്തൊന്നുമില്ല. പിന്നെ കുറേ നമ്മൾ നടന്നപ്പോൾ കലങ്കാരി, പണ്ടത്തെ ഡ്രസ് മെറ്റീരിയലായിരുന്നു കലങ്കാരി. അതിൻ്റെയൊക്കെ ഒരു സ്റ്റോൾ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, പല വീഡിയോസ് എടുക്കുന്നുണ്ട്, കുട്ടികളവിടെ കളിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തം ലൈറ്റിൻ്റെ ഒരു വലിയൊരു കലവറ തന്നെയായിരുന്നു അവിടെ. പിന്നെ പല സ്റ്റാച്ചു, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഹോർത്തോസിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാം. ഫ്രീ ടിക്കറ്റും ഉണ്ട്, അതുപോലെ തന്നെ പ്രീമിയം ടിക്കറ്റും ഉണ്ട്. പ്രീമിയത്തിന് എന്തോ 1000 റുപ്പീസാണ്. പിന്നെ ഓരോ പ്രോഗ്രാംസ് കാണാനായിട്ടും ടിക്കറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ടിക്കറ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുക. അപ്പോൾ എല്ലാവരും കയറി ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റുന്നവരെടുക്കുക. പിന്നെ 27-ാം തീയതി മുതൽ ഇന്ന് 30-ാം തീയതി വരെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാംസ് കാണാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇന്നും കൊണ്ട് ഈ ഒരു പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇന്നത്തെ പ്രോഗ്രാം നമ്മുടെ KJ യേശുദാസ് അദ്ദേഹവും വരുന്നുണ്ട് കേട്ടോ ഇന്നത്തെ പരിപാടിയിൽ. അങ്ങനെ ഇന്നത്തോടുകൂടി അവസാനിക്കും. പിന്നെ ഇതൊരു ഗെയിമായിരുന്നു കേട്ടോ. ഇത് ആർക്കും വെള്ളം പങ്കെടുക്കാമെന്ന് ഞങ്ങൾ പങ്കെടുത്തൊന്നുമില്ല. പിന്നെ ഇപ്പുറത്തിതാ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക, അതുപോലെ മമ്മൂട്ടി, മോഹൻലാൽ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഇതൊരു 3D ഇമേജോ എന്തൊരു സാധനം, അങ്ങനത്തെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ എവിടെ നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കൊള്ളായിരുന്നു. പുലിയുടെയൊക്കെ ഫോട്ടോകൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ പല സാധനങ്ങളുണ്ട്. തൊട്ടിപ്പുറത്ത് ഗെയിമാണ് ഇത്. പിന്നെ നമ്മൾ ചുറ്റിയും കൊണ്ട് ഇങ്ങനെ അടിച്ച് ആ ഒരു സാധനം കണ്ടില്ലേ, ആ ചുറ്റിയും കൊണ്ട് ഇങ്ങനെ അടിച്ച് നിങ്ങൾക്ക് ആ ഒരു സാധനം ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരാം. 50 സെക്കൻഡ് മാത്രമേ ഈ ടൈം ഉണ്ടായിരിക്കുള്ളൂ. ഇതാണ് അങ്ങനെ ഒരു പരിപാടി. പിന്നെ നമ്മൾ നേരെ മുന്നോട്ടേക്ക് പോയപ്പോഴത്തേനും മനോരമ ഹോർത്തോസിൽ ഈ ഒരു സംഗീത പരിപാടി നടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാരാണ് എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ മീര വന്നിട്ട് പറഞ്ഞു, എടീ അത് നമ്മുടെ സ്റ്റീഫൻ ദേവസി അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലായത് സ്റ്റീഫൻ ദേവസി ആയിരുന്നു കേട്ടോ. ഗായ്സ്, അപ്പം ഇവരെയൊക്കെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും അങ്ങകലെയാണെങ്കിലും ഞാൻ ഇവരെയൊക്കെ കണ്ടു. എനിക്ക് അതൊരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ അവർ സംഗീതത്തെക്കുറിച്ച് എന്തൊക്കെയോ വളരെ ആധികാരികമായി സംസാരിച്ചുകൊണ്ടെങ്കിൽ നമുക്കിതൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കളർഫുള്ളായിട്ട് കുറേ എന്താ പറയുക, കുറേ ഏഞ്ചൽസ് അവിടെ നിൽപ്പുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട്. ഏഞ്ചലിൻ്റെ കുറേ ചിറകുകളൊക്കെ വെച്ചിട്ട് കുറേ ഏഞ്ചൽ കുഞ്ഞു പിള്ളേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ മീരയുടെ വെച്ച് വേണം നീ കയറുന്നു, ഞാൻ ഫോട്ടോ എടുത്തിട്ട് വേണ്ടടി ആവശ്യമില്ല എന്ന് പറഞ്ഞു.
പിന്നെ ഇത് മാട്രിമോണിയുടെ m4marry.com-ന്റെ ഒരു സംഭവമായിരുന്നു കേട്ടോ. അതായത് നമ്മളുടെ പാർട്ട്നേഴ്സിൻ്റെ പേരൊക്കെ വേണമെങ്കിൽ എഴുതി നിങ്ങൾക്ക് വേണമെങ്കിൽ ലോക്കിട്ട് വെക്കാം. ഇങ്ങനെ ഒരു കുറേ സെറ്റപ്പുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്താണ്, നിങ്ങൾക്കും ഇതുപോലെ പാർട്ട്നേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ എഴുതിയിടാം. ഇതിനൊക്കെ എന്താ പ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടിപ്പുറത്ത് നമുക്കെപ്പോഴും അടിച്ചുപൊളിയാണല്ലോ നമ്മുടെ ഒരു ഇഷ്ട വിനോദം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റേജ് ഷോ നടപ്പുണ്ടായിരുന്നു. m4marry.com-ന്റെ തന്നെ സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു. അപ്പം അവർ ആങ്കേഴ്സ് മറ്റേ പാർവതിയും ഈ ആങ്കറിൻ്റെ പേര് ആക്ച്വലി ഞാൻ മറന്നുപോയി പറയാവുന്നവർ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേട്ടോ കേട്ടോ. ഓക്കെ, അങ്ങനെ ഇവരുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ഫാദേഴ്സിനൊക്കെ വിഷ് ചെയ്യാം. അതുപോലെ തന്നെ എന്താ കപ്പിൾ ഡാൻസോ ഇനി വേറെന്തോ ഒരു ഡാൻസ് ഫോമിൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു. അത് ഈ സൈഡിൽ നിൽക്കുന്ന ഡാൻസ് ടീച്ചറായിരുന്നു കേട്ടോ. സംഗീതമല്ല, ഡാൻസ് ടീച്ചറായിരുന്നു. പുള്ളിക്കാരി നമ്മളെ പഠിപ്പിച്ചൊക്കെ തരും. ഒരു പാട്ടിടും, നമുക്ക് അതിനനുസരിച്ച് ഡാൻസ് കളിക്കാം. അങ്ങനെ കുറേ പിള്ളേരൊക്കെ വന്ന് ഡാൻസൊക്കെ കളിച്ചു. ഞാൻ മീരയുടെ നമുക്ക് ഡാൻസ് കളിച്ചില്ല. അപ്പോൾ അവൾ പറഞ്ഞാൽ വേണ്ടടി, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കണ്ടാൽ പോരെ, വീഡിയോ എടുത്താൽ പോരെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹം അടക്കി ഞങ്ങളെല്ലാം ഫ്രണ്ടിൽ നിന്ന് തന്നെ എല്ലാം കാണുകയും വീഡിയോയും ഫോട്ടോയും. ഈ ഒരു പേഴ്സിൻ്റെ ഡാൻസ് അടിപൊളിയായിരുന്നു. കാരണം ഇവർ മലയാളികൾ പോലും ഇല്ലായിരുന്നു. എന്നിട്ടും അടിപൊളിയായിട്ട് ആ ടീച്ചർ പഠിപ്പിച്ചു കൊടുത്ത രീതിയിലൊക്കെ ഇവർ കളിച്ചു. പിന്നെ കുറച്ചൊക്കെ ഇവരെ കയ്യിൽ നിന്നൊക്കെ ഇടുകയൊക്കെ ചെയ്ത്, അത് സ്വാഭാവികമാണല്ലോ. പിന്നെ എന്താ പറയുക, ഡാൻസേഴ്സ് ആണെന്നൊക്കെ പറയപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പാട്ടിനോട് ചേർന്ന് ഇവർ ഡാൻസ് കളിക്കുകയുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് ഈ ഒരു പേഴ്സ് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവർ ഡാൻസ് കളിച്ചു. പക്ഷേ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു പേഴ്സ്, അതായത് ഫാദറും മദർ ആൻഡ് ഒരു കുഞ്ഞും ചേർന്ന് കളിച്ച ഡാൻസ്. ആ കുഞ്ഞ് നടുക്ക് കിടന്ന് അതും എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവരുടെ ഒരു പെയർ. ഇവരും വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അച്ഛനമ്മ കുഞ്ഞ് അവർ ഭയങ്കര രസമായിട്ട് കളിച്ചു. ആ കുഞ്ഞിൻ്റെ എക്സ്പ്രഷനും അതും വളരെ എൻജോയ് ചെയ്ത് ഇവരുടെ കൂടെ സഹകരിച്ചു എന്നുള്ളതും വലിയൊരു കാര്യമാണ്. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ചിലപ്പോൾ ഒരു ഡാൻസർ ആയേക്കാം എന്നൊക്കെ നമുക്ക് തോന്നുന്നു. അടിപൊളിയായിട്ട് ഇവരും ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. എന്താ പറയുക, കുഞ്ഞിൻ്റെ എക്സ്പ്രഷനും അതിൻ്റെ ഒരു ഓമനത്വവും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഭയങ്കര കയ്യടിയും ബഹളവും കൂലും കറലും ഒക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഇവരുടെ ഒരു ഡാൻസ്. ഇവരുടെ റൊമാൻറ്റിക് പാട്ടിന് ശേഷം നമുക്ക് കുറച്ച് അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ട് അതുകൊണ്ട് എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. കുറച്ച് പിള്ളേരും പിന്നെ ഇവിടുത്തെ ആങ്കേഴ്സൊക്കെ, പാർവതി എന്നാണ് ആ ഫീമെയിൽ ആങ്കറിൻ്റെ പേര്. മെയിൽ ആങ്കറിൻ്റെ പേര് എനിക്കറിയത്തില്ല. അപ്പോൾ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടൊക്കെ പേര് ഞാൻ മറന്നുപോയി. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ആങ്കറൊക്കെ തന്നെയാണ് പുള്ളി കേട്ടോ. പിന്നെ ആ ഒരു ചേട്ടൻ്റെ എനർജി അമ്മാതിരി എനർജി ആയിരുന്നു കേട്ടോ. ആ ചേട്ടൻ അടിച്ചു പൊളിച്ച് മനം മറിഞ്ഞ് ആഘോഷിച്ച് ഡാൻസ് കളിച്ചു. പിന്നെ എന്താ പറയുക, അവസാനം പരിപാടിയെല്ലാം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം ഹോസ്റ്റലിൽ കയറേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിത് കടലേക്ക് വാങ്ങിച്ച് തന്നിട്ട് ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് ഇനിയും പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാ കുഞ്ഞ് 2 കടലേക്ക് വരുത്തുന്നതുകൊണ്ട് ഞങ്ങളങ്ങനെ പോകുന്നു ഗായ്സ്. ബൈ ബൈ, ടാറ്റാ.